ആധുനികതയുടെ ആഡംബരങ്ങൾക്കും ജീവിത സുഖസൗകര്യങ്ങൾക്കും നടുവിൽ പോലും മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനാണ്. അമിതമായ ആഗ്രഹങ്ങൾ സമ്മാനിക്കുന്ന നിരാശകളുടെ ശവപ്പറമ്പായി മാറി മനസ്സുകൾ. ആവലാതികൾക്കും ആശങ്കകൾക്കും സങ്കടങ്ങൾക്കും അവസാനമില്ല. എന്തേ ഇങ്ങനെ? തിരക്കുപിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. ഇതാ, ഇവിടെ ഞങ്ങൾ ഒരു ചെറു തിരി കൊളുത്തുകയാണ്. അങ്ങനെയൊരു ചിന്തയിലേക്ക് നയിക്കാനുതകുന്ന ഒരു ചെറു കൈത്തിരി. സദയം സ്വീകരിച്ചാലും പ്രവാസി വടകര അവതരിപ്പിക്കുന്ന നാടകം മരുഭൂമിയിൽ നിന്നൊരു സ്നേഹഗാഥ. രചന, സംവിധാനം ഫാറൂഖ്. പർസാ സാമ്രാജ്യം വാഴും ദാരിയോസ് മഹാരാജാവ് ഇതാ എഴുന്നള്ളുന്നേ. ദാരിയോസ് മഹാരാജൻ നീണാൾ വാഴട്ടെ. ദാരിയോസ് മഹാരാജൻ നീണാൾ വാഴട്ടെ. പർസാ സാമ്രാജ്യം വിജയിക്കട്ടെ. രാജസദസ്സിന് അഭിവാദ്യങ്ങൾ. ദാരിയോസ് മഹാരാജനും അഭിവാദ്യങ്ങൾ. മന്ത്രിപ്രമുഖരെ, ആദ്യമായി താങ്കൾ തന്നെ ബോധിപ്പിച്ചാലും എന്തൊക്കെയാണ് നാട്ടിലെ പുതിയ വർത്തമാനങ്ങൾ? മഹാരാജൻ, പരാതികളും പരാധീനതകളും മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം പ്രജകൾക്ക് സന്തോഷമായി കഴിയാനുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്തു കൊടുക്കുന്നില്ലേ? രാജകാര്യസ്ഥരെ പറയൂ, പതിവ് നയങ്ങളിൽ നിന്നും പുതുതായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല മഹാരാജൻ. സൗജന്യങ്ങളും ഇളവുകളുമെല്ലാം അതേപടി തുടരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പ്രജകളെ ബാധിക്കുന്ന വിധത്തിലുള്ള പുതിയ ചുങ്കങ്ങളോ പിഴകളോ ഒന്നും നാം ചുമത്തിയിട്ടുമില്ലല്ലോ? ഭൂമിയിലെ പകിട്ടാർന്ന വിഭവങ്ങളോട് മനുഷ്യന് തോന്നുന്ന ആകർഷണം, എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യന്റെ ദുരാഗ്രഹം, പരാധീനതകളുടെയും പരാതികളുടെയും മുഖ്യഹേതു ഇവയൊക്കെ തന്നെയാണ് മഹാരാജൻ. രാജഗുരു പറഞ്ഞതാണ് സത്യം. ഇനി സൈന്യാധിപന് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? മഹാരാജൻ വിജയിച്ചാലും രാജ്യത്ത് കൊള്ളയും കൊലയും അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ്. നാം എത്ര തന്നെ കരുതലുകൾ എടുത്തിട്ടും ശിക്ഷാ നടപടികൾ നടപ്പാക്കിയിട്ടും ഈ അക്രമങ്ങളെ തടയാൻ നമുക്ക് ആവുന്നില്ല മഹാരാജൻ. എന്താണ് ഈ കേൾക്കുന്നത്? കണ്ണത്താ ദൂരം വ്യാപിച്ചു കിടക്കുന്ന പർസാ മഹാസാമ്രാജ്യത്തിന്റെ മുഖ്യ സൈന്യാധിപനായി താങ്കൾക്ക് ഇത്തരമൊരു കാര്യം ബോധിപ്പിക്കുന്നതിൽ യാതൊരു സങ്കോചവും തോന്നുന്നില്ല. മഹാരാജൻ, രാജ്യത്തെ ക്രമസമാധാനം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു പരമാർത്ഥമാണ്. നാടിന്റെ ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട താങ്കൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ലജ്ജാകരമാണ്. താങ്കൾക്ക് കീഴിൽ ഒരു വലിയ സൈന്യമുണ്ടെന്ന കാര്യം മറക്കണ്ട. നമുക്ക് ലഭിക്കുന്ന പരാതികളിൽ നമ്മുടെ സേനാംഗങ്ങൾ കാണിക്കുന്ന കുറ്റകൃത്യങ്ങളും കുറവല്ല മഹാരാജൻ. പർസാ രാജ്യത്ത് നിന്ന് ഗ്രീസിലേക്ക് പോവുകയായിരുന്ന ഒരു കച്ചവട സംഘത്തെ നമ്മുടെ അതിർത്തിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. വിവരമറിഞ്ഞ് അവിടെ എത്തിയ നമ്മുടെ സൈന്യം വലിയൊരു ഏറ്റുമുട്ടലിലൂടെ അവരെ കീഴ്പ്പെടുത്തി. ബന്ധനസ്ഥരായ അവരെയും കൊണ്ട് നമ്മുടെ സൈന്യം രാജാവിന് മുഖം കാണിക്കാൻ അനുവാദം ചോദിച്ച് കാത്തു നിൽക്കുന്നു. വരാൻ പറയൂ. ആരെവിടെ? ആ തടവുകാരെ ഹാജരാക്കാൻ പറയൂ. ഇവരുമായുള്ള സംഘടനത്തിൽ നമ്മുടെ സൈനികർക്കും സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പടയാളികൾ ധീരന്മാർ തന്നെ. മന്ത്രിപ്രമുഖരെ, മിടുക്കന്മാരായ ഈ സേനാനികൾക്ക് അവരർഹിക്കും വിധത്തിലുള്ള പാരിതോഷികങ്ങൾ തന്നെ നൽകണം. ആരെവിടെ? പാരിതോഷികങ്ങൾ കൊണ്ടുവരൂ. പർസാ സാമ്രാജ്യത്തിന്റെ അഭിമാനമാണ് ഈ പടയാളികൾ, കേമന്മാർ. ഇവരെ വേണ്ട വിധത്തിൽ ആദരിക്കുക തന്നെ വേണം.
മന്ത്രിപ്രമുഖരെ, വരൂ, ഓരോരുത്തരായി വന്ന് സ്വീകരിച്ചോളൂ. മഹാരാജൻ, നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ കുറ്റവാളികളാണിവർ. ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന യുവാക്കളെയും വൃദ്ധന്മാരെയും, എന്തിന് കുഞ്ഞുങ്ങളെ വരെയും ഇവർ കൊന്നുകളഞ്ഞു. സ്ത്രീകളെ കൂട്ടമായി മാനവക്കപ്പെടുത്തി. അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ള ചെയ്തു. വണ്ടികളും സാധനങ്ങളും എല്ലാം നശിപ്പിച്ചു. മതി, നമുക്ക് കേൾക്കണ്ട. മനുഷ്യരൂപം പൂണ്ട ഈ ചെന്നായ്ക്കളെ അവിടെ വെച്ച് തന്നെ വധിച്ചു കളയാമായിരുന്നില്ലേ? ഇത്തരം കുറ്റവാളികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സമയവും സമ്പത്തും ദുർവ്യയം ചെയ്യുന്നത് പാപം തന്നെയാണ്. പിടിച്ചേടം വെച്ച് തന്നെ കൊല്ലുകയായിരുന്നു വേണ്ടത്. ഈ നീചന്മാർക്കുള്ള ശിക്ഷ മഹാരാജൻ നേരിട്ട് തന്നെ വിധിക്കുകയാണ് ഉചിതം. ഈ നീചന്മാർ അതിഭയാനകമായ ശിക്ഷ തന്നെയാണ് അർഹിക്കുന്നത്. ഇവർ ആ കച്ചവട സംഘത്തെ എങ്ങനെ പീഡിപ്പിച്ചുവോ അതിലും ക്രൂരമായി തന്നെ ഇവരെ പീഡിപ്പിക്കുക. ശേഷം ഇവരുടെ തലകൾ അറുത്തെടുത്ത് രാജകവാടത്തിൽ കെട്ടിത്തൂക്കുക. മറ്റുള്ളവർക്കൊക്കെയും ഇതൊരു പാഠമായിരിക്കട്ടെ. ഉത്തരവ് പ്രഭു. കൊണ്ടുപോകൂ. ഗുരുശ്രേഷ്ഠ, നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാണ്. ചെയ്യാവുന്നതെല്ലാം നാം ചെയ്തിട്ടും എന്താണ് പ്രജകളെല്ലാം ഇങ്ങനെയായി മാറുന്നത്? സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ഒരു രാജ്യത്തെ രാജാവിന് എങ്ങനെ സ്വസ്ഥമായി രാജ്യം ഭരിക്കാനാവും? മയക്കുമരുന്നും ചൂതാട്ടങ്ങളുമാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. മദ്യത്തോടും പെണ്ണിനോടുമുള്ള ആസക്തി അവരെ കുറ്റവാളികളും അക്രമികളുമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ. മഹാരാജൻ, നമ്മുടെ ചാരസംഘ തലവൻ അങ്ങയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുന്നു. കടന്നു വരാൻ പറയൂ. സൈനാധിപരെ, ഭടന്മാരെല്ലാം അല്പനേരം പുറത്തു നിൽക്കട്ടെ. മഹാരാജാവ് വിജയിക്കട്ടെ. നമ്മുടെ ചാരസംഘത്തലവൻ അദ്ദാതന് അഭിവാദനങ്ങൾ. മഹാരാജനും അഭിവാദ്യങ്ങൾ. പറയൂ അദ്ദാതൻ, എന്തൊക്കെയാണ് ചാരരഹസ്യങ്ങൾ? നിങ്ങളെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ദൗത്യമെന്തായി? നമുക്ക് നേരത്തെ ലഭിച്ച വിവരങ്ങളെല്ലാം 100% ശരിയായിരുന്നുവെന്ന് ഈയുള്ളവന്റെ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നു. ഹാ, എന്താ ഇങ്ങനെ? ഇന്ന് കേട്ട കാര്യങ്ങളൊന്നും ശുഭകരമല്ലല്ലോ. യമനിൽ മാത്രമല്ല, നമ്മുടെ സാമ്രാജ്യത്തിനകത്ത് വരെ ഇത് വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി ഗുരുവര്യ, കേട്ടില്ലേ? ഇതിലേറെ ഇനി എന്തു വേണം സംഭവിക്കാൻ? തടയണം തിരുമനസ്സേ. വളർന്നു പന്തലിക്കുന്നതിന് മുമ്പ് മുളയിലെ നുള്ളിക്കളയുന്നതാവും ബുദ്ധി. ഒരു സൈനിക നീക്കത്തിലൂടെയാണെങ്കിൽ അങ്ങനെ എന്തു വേണമെന്ന് തീരുമാനിച്ച് കൽപ്പിച്ചാൽ കുതിരകളും ഒട്ടകങ്ങളും വണ്ടികളും തയ്യാറാക്കാം. അശ്വാരൂഢരിൽ മികച്ചവരെ തന്നെ ഇറക്കാം. സൈന്യത്തെ സുസജ്ജമാക്കാം. എല്ലാത്തിനും മഹാരാജാവിന്റെ ഒരു ഉത്തരവുണ്ടായാൽ മാത്രം മതി. രാജഗുരുവും മുഖ്യ ഉപദേഷ്ടാവുമായ അബിയക്കിയ, താങ്കൾ എന്തു പറയുന്നു? ഒരു സൈനിക നീക്കം അത് വേണോ എന്ന് പലതവണ ആലോചിക്കണം. ദാരിയോസ് മഹാരാജൻ ലോകങ്ങൾ വെട്ടിപ്പിടിച്ച മഹാചക്രവർത്തിയാണ്. മഹാരാജന്റെ പേര് കേട്ടാൽ നടുങ്ങാത്ത നാടുകളും ഉണ്ടാവില്ല. പക്ഷേ എന്താണ് ഒരു പക്ഷേ? പാതി വഴിയിൽ നിർത്താതെ ഗുരു ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വ്യക്തമാക്കൂ. മഹാരാജൻ, ഒരുപാട് രക്തച്ചൊരിച്ചിലുകളിലൂടെയാണ് നാം ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. എന്തിന്റെ പേരിലായാലും ഇനിയും ഒരു രക്തച്ചൊരിച്ചിൽ ആവർത്തിക്കണോ? അതിന്
ഇത് സാമ്രാജ്യ വികസനത്തിനല്ലല്ലോ ഗുരുശ്രേഷ്ഠ. പരമ്പരാഗത വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ ഉദിച്ച ഒരു പുത്തൻ ആശയത്തിനെതിരെയാണ് ഈ പടയൊരുക്കം. ദൈവങ്ങളുടെ ബിംബങ്ങൾ അത്രയും തച്ചുടയ്ക്കുന്ന ഒരു സംസ്കാരം കടന്നു വരുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ നമ്മുടെ പൂർവികർ നമ്മോട് പൊറുക്കുമോ? രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കിയുള്ള മറ്റെന്തെങ്കിലും വഴി തേടുന്നതാവും ഉചിതം എന്നേ ഈ ഉള്ളവൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു സൈനിക നീക്കം ഒഴിവാക്കണമെന്ന് തന്നെയാണ് അടിയന്റെയും നിർദ്ദേശം. കാരണം ഒരു കൊടുങ്കാറ്റായി നമ്മൾ ആഞ്ഞടിച്ചാൽ അതിനെ ഒരു ഇളം കാറ്റായി തിരിച്ചയക്കാൻ കഴിവുള്ളവരാണവർ. അപ്പോൾ എന്താണ് ഇനിയൊരു മാർഗം? എന്തു വില കൊടുത്തും നാം ഇത് തടഞ്ഞേ പറ്റൂ. ആയുധവും ആൾബലവും കൊണ്ട് നേടാൻ കഴിയാത്തത് ചിലപ്പോൾ ബുദ്ധിയും വിവേകവും കൊണ്ട് നേടാനാവും മഹാരാജൻ. ഗുരു പറഞ്ഞു വരുന്നത് ഒരു ദൗത്യസംഘം, ദൗത്യങ്ങൾ ഇവയൊക്കെ മനസ്സിൽ ഉറച്ചു വരുന്ന വിശ്വാസത്തെ തകർക്കാൻ പോകുന്ന പ്രലോഭനങ്ങൾ, വാഗ്ദാനങ്ങൾ, ജീവിത സുഖ സൗകര്യങ്ങളിലേക്ക് ആകർഷിപ്പിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്തൽ, അനുനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഭാഷയിൽ വശീകരിച്ച് പെണ്ണും മദ്യവും നൽകി മുച്ചൂടും നശിപ്പിക്കും. ഭാരിച്ച ദൗത്യമാണ്, എങ്കിലും ഫലിക്കുമെന്നുറപ്പുള്ള ഒരു ദൗത്യം. കൊള്ളാം. ഗുരുവിന്റെ ഈ നിർദ്ദേശം ഖേമം തന്നെ. തിരുമനസ് അനുവദിക്കുകയാണെങ്കിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഈ ഉള്ളവൻ ഒരുക്കമാണ്. വേണ്ട, ഒരു ദൗത്യ സംഘത്തെ അയച്ച് അവർ തിരിച്ചു വരും വരെയുള്ള കാത്തിരിപ്പ് നമുക്കതിനുള്ള ക്ഷമയില്ല. അല്ലാതെ മറ്റെന്തു മാർഗമുണ്ട് മഹാരാജൻ? നാം നേരിട്ട് തന്നെ ഈ ദൗത്യ സംഘത്തെ നയിക്കും. സംഘത്തിൽ മന്ത്രി, സേനാധിപൻ, രാജഗുരു, ചാരസംഘത്തലവൻ, പിന്നെ വിശ്വസ്തരായ 2 സേവകർ, ഇത്രയും പേർ. ഈ ഉള്ളവനെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് തിരുവനസേ. വേണ്ട ഘട്ടങ്ങളിൽ നയപരമായ ചില ഉപദേശങ്ങൾ നൽകാൻ അടിയനാവും. എത്തേണ്ടിടത്തെക്കുറിച്ചും ദിക്കുകളെക്കുറിച്ചുമൊക്കെ വിശദമായ വിവരങ്ങൾ നൽകാൻ ഈ ഉള്ളവനും ഉണ്ടാവും. എങ്കിൽ മന്ത്രി പ്രമുഖരെ, വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. എല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം പ്രഭു. രാജാവും മുഖ്യസ്ഥാനീയരും ഇല്ലാതെ വന്നാൽ രാജ്യകാര്യങ്ങളും ഭരണവുമെല്ലാം അവതാളത്തിലാവില്ലേ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നാം താങ്കൾക്ക് നൽകാം. പ്രജകൾ അറിഞ്ഞാൽ? ഒരാളും അറിയരുത്. നാം ഇവിടെ ഉണ്ടെന്ന രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ. വഴിമധ്യേ നമ്മെ ആരും തിരിച്ചറിയാത്ത വിധമാവും നമ്മുടെ യാത്ര. ചില പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. അവിടുത്തെ പദ്ധതികൾ പോലെ എല്ലാം മംഗളമായി നടക്കട്ടെ. എന്നാലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് എവിടുന്ന് ഇത്തരത്തിലൊരു ആശയം ഉദിച്ചുയർന്നു എന്നാണ്. എങ്ങനെ ഇതിന് ഇത്രയേറെ പ്രചാരം ലഭിക്കുന്നു എന്നതും നമ്മിൽ അതിശയോക്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങ് അറേബ്യൻ നാടുകളിൽ നിന്നുമാണ് ഈ ആശയം പ്രചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. മുഹമ്മദ് എന്നൊരു പ്രവാചകനിലൂടെ അവരുടെ ഏകദൈവം ഇറക്കിക്കൊടുക്കുന്ന ദൈവിക ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിതം ക്രമീകരിച്ചെടുക്കുന്ന ഒരു ജനത. ഏതോ ഒരു കെട്ടുകഥ കേൾക്കുന്ന പോലെയുണ്ട്. അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകദൈവത്തെ അല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയപ്പെടാത്തൊരു ജനത. എന്ത് സൃഷ്ടിയും പരിപാലനവുമെല്ലാം ഒരു ദൈവത്തെ കൊണ്ടോ? അതുമാത്രമല്ല, അന്ത്യനാൾ, ഉയർത്തെഴുന്നേൽപ്പ്, പരലോക ജീവിതം, അന്ത്യവിധി ഇവയെല്ലാം ഈ ദൈവത്തിൽ നിന്നാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്തു വിഡ്ഢിത്തമാണിത്! നമുക്ക് ഇത്രയധികം ദൈവങ്ങളുണ്ടായിട്ടും അവർക്കൊക്കെയും ഇത് ഏറെ പ്രയാസകരം തന്നെ. ഏറെ ചിരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഫലിതം തന്നെയാണ് കേൾക്കുന്നത്. നമുക്കൊക്കെ ഇത് ഫലിതവും വിഡിത്തവുമാണ്. എന്നാൽ അവർക്കിത് പ്രാണനാണ്. ഈ വിശ്വാസം തന്നെയാണ് അവർക്കവരുടെ ജീവിതവും. അത് നമ്മൾ തകർത്തേ മതിയാവും, എത്രയും വേഗം. ഏതായാലും യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഉടൻ പൂർത്തിയാവട്ടെ. ഉത്തരവ് പ്രഭു. എല്ലാം വേണ്ടതുപോലെ തന്നെ ചെയ്തു കൊള്ളാം. ആവട്ടെ. ചാരസംഘത്തലവ, താങ്കൾ തന്നെ പറയൂ,
ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എവിടേക്കാണ്? അറേബ്യ? അല്ല പ്രഭു, യമനിലെ ഒരു ചെറു രാജ്യം. അവിടെ നിന്നാണ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് ഇവ പടർന്നു കയറുന്നത്. അതാവട്ടെ നമ്മുടെ ആദ്യ ലക്ഷ്യം. അവരുടെ സൈന്യം ഏറെ കരുത്തുറ്റതാണോ? സൈനികരോ പട്ടാളമോ ഇല്ലാത്ത ഒരിടമാണ് അവിടം. ഭരിക്കാൻ രാജാവോ ഭരിക്കപ്പെടാൻ പ്രജകളോ ഇല്ല. പിന്നെ സർവസ്വതന്ത്രരായ മനുഷ്യർ വസിക്കുന്ന ഒരിടം. എങ്കിൽ താങ്കൾ നിർദ്ദേശിച്ച പോലെ യമനിലെ ആ ചെറു രാജ്യത്തേക്ക് തന്നെയാവട്ടെ നമ്മുടെ യാത്ര. അരുത്, അരുത്, ഇനിയും ഇങ്ങനെ പീഡിപ്പിക്കരുത്. ഈ വേദന സഹിക്കാനാവുന്നില്ല. ഇതിലും ക്രൂരമായിട്ടല്ലേ ആ കച്ചവട സംഘത്തെ നിങ്ങൾ ആക്രമിച്ചത്? അവരനുഭവിച്ച വേദനയും തന്ന് നിങ്ങളും അറിയണം. ഞങ്ങളുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചു പോയതാ. ഈ ഒരു തവണത്തേക്ക് ഞങ്ങളോട് പുറത്ത് ഞങ്ങളെ വിട്ടേക്കണം. ഇതിനേക്കാൾ ദയനീയമായി അവരും നിങ്ങളോട് അപേക്ഷിച്ചിരുന്നില്ലേ? സ്ത്രീകൾ നിങ്ങളുടെ കാൽക്കൽ വീട് പ്രാണന് വേണ്ടി കെഞ്ചിയിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ കേട്ടോ? കൊന്നു കളഞ്ഞില്ലേ എല്ലാവരെയും, ഒരു ദയയുമില്ലാതെ? ഞങ്ങൾ നിങ്ങളുടെ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങൾ ഇന്ന് വരെ സമ്പാദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകാം. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ ചക്രവർത്തിയുടെ കൽപ്പന ധിക്കരിക്കണമെന്നാണോ? ചക്രവർത്തി നൽകുന്ന പാരിതോഷികങ്ങളെക്കാൾ വലുതാണോ നിങ്ങളുടെ ജീവിത സമ്പാദ്യം? ഞങ്ങളെ വെറുതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ ഈ നാട് തന്നെ വിട്ടു പോയിക്കൊള്ളാം. ഞങ്ങളെ കൊണ്ട് ഇനി ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഞങ്ങൾ കേണപേക്ഷിക്കുകയാണ്. ഞങ്ങളെ കൊല്ലാതെ വിടണം. ഞങ്ങളെ കൊല്ലരുത്, കൊല്ലരുത്, കൊല്ലരുത്. മതി, നിർത്ത്. നിങ്ങളുടെ ശബ്ദമോ കരച്ചിലോ ഈ കൊട്ടാരത്തിനകത്ത് കേട്ടുപോകരുതെന്നാണ് ചക്രവർത്തിയുടെ കൽപ്പന. എങ്കിൽ നമുക്ക് ഇവരുടെ വിധി നടപ്പിലാക്കാം. അരുത്, 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 ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളെ കൊല്ലരുത്. നിർത്താൻ. വിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? എന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഞാൻ. ഞാൻ ഇല്ലാതായാൽ എന്റെ കുടുംബം അനാഥമായി പോവും. വൈകിപ്പോയി. ഈ ചിന്ത നേരത്തെ വേണമായിരുന്നു. അവസാനമായി ആഗ്രഹങ്ങളൊന്നും ബോധിപ്പിക്കാനില്ലെങ്കിൽ ശിക്ഷാവിധി നടപ്പാക്കുകയാണ്. എനിക്ക് എന്റെ കുടുംബത്തെ ഒന്ന് കാണണം. എനിക്ക് ഒന്ന് കാണണം. എങ്കിലിനി വൈകിക്കേണ്ട. ചക്രവർത്തി തിരുമനസിന്റെ വിധി നടപ്പിലാവട്ടെ.
മിടുക്കന്മാർ. ഏതായാലും മഹാരാജന്റെ പദ്ധതി ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോ നമ്മളെയെല്ലാം കണ്ടാൽ ഫക്കീരന്മാരല്ല എന്ന് ആരും പറയില്ല. വേഷപ്പകർച്ച കൊണ്ട് മാത്രമായില്ല, പെരുമാറ്റത്തിലും സംസാരത്തിലും അഭിസംബോധനകളിലും എല്ലാം നാം വളരെ ശ്രദ്ധ ചെലുത്തണം. ഇനി മുതൽ ആർക്കും സ്ഥാനപ്പേരുകളില്ല, എല്ലാവരും ഫക്കീറന്മാർ. ഇപ്പോൾ മുതൽ നാം ഫക്കീർ ദാരിയോസ് ആണ്. കൊള്ളാം. അപ്പോ ഈ ഉള്ളവൻ ഈ നിമിഷം മുതൽ ഫക്കീർ അബിയാക്കിയ, താങ്കൾ ഫക്കീർ അദ്ദാതൻ. ഫക്കീർ ദാരിയോസ്, നമ്മുടെ തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എങ്കിൽ പുറപ്പെടാം. മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടുവിധം തന്നെ ഏർപ്പാടാക്കിയിട്ടില്ലേ ഫക്കീർ സാർ ഹുസാനി? ഫക്കീർ ദാരിയോസ്, എല്ലാം ഭംഗിയായും ഭദ്രമായും നിർവഹിച്ചിട്ടുണ്ട്. രാജ്യകാര്യസ്ഥൻ സബാബയെ എല്ലാ കാര്യങ്ങളിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ അപ്പോൾ അറിയിക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. എങ്കിൽ നല്ലത്. അപ്പോൾ പുറപ്പെടുകയല്ലേ? ഫക്കീർ ദാരിയോസ്, ഈ യാത്ര ഏറെ ക്ലേശകരവും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതുമായിരിക്കുമെന്ന് ഈ ഫക്കീർ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടേറെ പരീക്ഷണങ്ങളെയും പ്രതിബന്ധങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരും. ഫക്കീർ അദ്ദാതൻ, നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത് അതിന്റെ പൂർത്തീകരണത്തിനാണ് പുറപ്പെടുന്നത്. ദൗത്യ പൂർത്തീകരണത്തിനിടയിലുണ്ടായേക്കാവുന്ന പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും സ്വാഭാവികമാണ്. നാം അത്തരം ഘട്ടങ്ങളെ തരണം ചെയ്തേ മതിയാവൂ. ഫക്കീർ അദ്ദാതൻ, ഇത്ര ബാലിശമായ കാര്യങ്ങൾ പറയാതെ ആ നാടിനെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചുമൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരിക. അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും മറ്റും ഈ ഫക്കീർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ രീതികളെക്കുറിച്ച് പറയുമ്പോൾ, ജനങ്ങൾ സ്വതന്ത്രരാണെങ്കിലും തങ്ങളെല്ലാം തങ്ങളുടെ ദൈവത്തിൻ്റെ അടിമകളാണെന്ന ബോധത്തോടെ ഭയഭക്തി നിറഞ്ഞ ജീവിതം നയിക്കുന്നു. അടിമകളാണെന്ന ബോധമുണ്ടെങ്കിൽ തീർച്ചയായും ഉടമകളും ഉണ്ടാവണമല്ലോ. അനുസരണാശീലവും നേടിയിട്ടുള്ളവരായിരിക്കും. വളരെ കൃത്യമാണ് ഫക്കീർ പറഞ്ഞത്. അവർക്ക് ഒരു ഉടമയുണ്ടെന്നും ആ ഉടമയെ അനുസരിച്ച് ജീവിക്കണമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമയെന്ന് പറയുമ്പോൾ ഒരു രാജാവ്. എല്ലാ നാട്ടിലും ഇത് തന്നെയല്ലേ? അല്ല, അവരുടെ ദൈവമാണ് അവരുടെ ഉടമ, അല്ലാഹു. ആ ദൈവത്തിന് മാത്രമാണ് സർവ്വ ആരാധനകളും സ്തുതികളും. മറ്റൊന്നിനെയും അവർ ആരാധിക്കുകയോ ഒന്നിനോടും സഹായം തേടുകയോ ചെയ്യില്ല. അവിശ്വസനീയമായ ഈ രീതികളൊക്കെ ആരവരെ പഠിപ്പിച്ചു? ആ നാട്ടിൽ വളരെയേറെ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ട്, അമീർ. അതാണ് അയാളുടെ പേര്. ആ നാടിൻ്റെ ഐശ്വര്യവും സന്തോഷവും സമാധാനവുമെല്ലാം ആ മനുഷ്യനാണ്. നമുക്ക് കാണേണ്ടതും അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദാതന്റെ വിവരണങ്ങൾ ഏതോ ഒരു മാന്ത്രിക കഥ പോലെ തോന്നുന്നു. ഏതായാലും സത്യാവസ്ഥ നേരിട്ടറിയണം. ഈ പുത്തനാശയം പാരിലാകെ പരക്കുന്നതിന് മുമ്പ് തടയപ്പെടുകയും വേണം. എങ്കിൽ ഇനി താമസിപ്പിക്കണ്ട, വരൂ, നമുക്ക് പുറപ്പെടാം.
എന്തൊരു കൊടും തണുപ്പ്! അസഹനീയം തന്നെ. ദാരിയോസ് ഫക്കീർ വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തു അല്ലേ? ഈ ഫക്കീർ പുറപ്പെടുന്നതിന് മുമ്പേ സൂചിപ്പിച്ചതാണ് യാത്ര ഏറെ ക്ലേശകരമായിരിക്കുമെന്ന്. ക്ലേശകരമായിട്ടെന്തും നേടുവിൻ, നേടിയ സംതൃപ്തി വിവരണാതീതമായിരിക്കും. ആരാണ് അവിടെ? ആരായാലും ഇരുട്ടിൽ മറഞ്ഞിരിക്കാതെ വെളിച്ചത്തിലേക്ക് വരിക. പോയി നോക്കിൻ. പോയി പിടിച്ചുകൊണ്ടുവരിക. വേണ്ട ഫക്കീർ, അയാൾ ആരാണെങ്കിലും സ്വയം വെളിച്ചത്തേക്ക് വരും. നമ്മൾ ഫക്കീർമാർ എന്തിന് രാജാക്കന്മാരെ പോലെ പെരുമാറുന്നു? ഫക്കീർ ദാരിയോസ് പൊറുക്കണം. ഒരു നിമിഷത്തേക്ക് ഞാൻ താങ്കൾ ഇങ്ങനെ ഈ കൊടുന്തണുപ്പിൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കണ്ട. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ തീയുടെ ചൂട് ഞങ്ങളോടൊപ്പം പങ്കിടാം. ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഒരാൾ കൂടി ഈ തീ കായുകയാണെന്ന് വെച്ച് തീയുടെ ചൂടിന് കുറവൊന്നും വരില്ല. നന്ദി. പണ്ഡിതനായ ഒരു ഗുരുവിൻ്റേതുപോലെയുണ്ട് താങ്കളുടെ വാക്കുകൾ. ആട്ടെ, താങ്കൾ ആരാണ്? ഇവിടെ ഇങ്ങനെ, അതും ഈ കൊടും തണുപ്പിൽ? ദേശാടനത്തിനിറങ്ങിയ ഒരു മുസാഫിറിന് സ്ഥലകാല സമയം ഒരു പ്രശ്നമല്ലല്ലോ. മനസ്സിലായില്ല. പറഞ്ഞില്ലേ, മുസാഫിർ. അഭിസംബോധനയ്ക്ക് മുസാഫിർ എന്നതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഖലീഫ എന്ന് വിളിക്കാം. ഖലീഫ? വിളിക്കാൻ ഒരു പേര്, അത്രമാത്രം. അല്ലെങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരേ പേരിൽ അനേകായിരം ആളുകൾ. പരസ്പരം തിരിച്ചറിയാനുള്ള ഒരടയാളം മാത്രമാണ് പേരുകൾ. വിവേകിയായ ഒരു ജ്ഞാനിയുടെ വാക്കുകൾ തന്നെ. ദേശാടനത്തിനിടെ പ്രതീക്ഷിക്കാത്തൊരു വെട്ടവും ആളനക്കവും കേട്ടപ്പോൾ എന്തെന്നറിയാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. പേടിച്ചിട്ടാ മാറി നിന്നത്. ആരെന്നും എന്തെന്നും അറിയാതെ അപകടത്തിൽ ചാടരുതല്ലോ. ഇപ്പോൾ പേടി മാറിയത് കൊണ്ടാണോ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്? തീർച്ചയായും അതെ. കുറച്ചുകൂടി അടുത്തെത്തി വ്യക്തമായി നിങ്ങളെ കണ്ടപ്പോൾ ഏതോ തീർത്ഥാടന യാത്രക്കിറങ്ങിത്തിരിച്ച ഫക്കീറന്മാരാണെന്ന് തോന്നി. ഫക്കീറന്മാരാണെന്നത് സത്യം. തീർത്ഥാടന യാത്രക്കിറങ്ങിയതാണെന്നെങ്ങനെ മനസ്സിലായി? ഫക്കീർ മാറി സാർ, എന്താണിത്? എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഫക്കീറാണെങ്കിലും നയിക്കാൻ പ്രാപ്തൻ തന്നെയാണ് താങ്കൾ. ഈ സംഘത്തെ നയിക്കുന്നതും താങ്കൾ തന്നെ ആയിരിക്കും, അല്ലേ? പറയൂ, താങ്കൾ ആരാണ്? പറഞ്ഞല്ലോ, മുസാഫിർ. വിളിക്കാൻ ഒരു പേരും നിർദ്ദേശിച്ചു, ഖലീഫ. മുസാഫിർ, ഖലീഫ, യോജിച്ച പേര് തന്നെ. വേഷവിധാനങ്ങളും പേരിനെ അന്വർത്ഥമാക്കുന്നുണ്ട്. താങ്കളുടെ വേഷവിധാനങ്ങളും ഒരു ഫക്കീറിന് യോജിച്ചവ തന്നെ. പക്ഷേ താങ്കളുടെ ആകാര സൗഷ്ഠവവും മുഖശ്രീയുമെല്ലാം ഒരു ചക്രവർത്തിക്ക് യോജിച്ച ലക്ഷണങ്ങളാണ്. താങ്കൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു ചക്രവർത്തിയുടെ ആടയാഭരണങ്ങൾ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അവയും അണിഞ്ഞു നോക്കണം. ആര് കണ്ടാലും ബഹുമാനാദരങ്ങൾ നൽകിപ്പോകും. മനസ്സിലായില്ല. ഫക്കീറായാലും മുസാഫിറായാലും ഇനി സാധാരണ മനുഷ്യനായാലും താൻ ചക്രവർത്തിയായി മാറുന്ന ഒരു സ്വപ്നം കാണുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ. താങ്കൾ നല്ലൊരു ഫലിതപ്രിയൻ കൂടിയാണ് അല്ലേ? ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും
അവരവരുടെ ജീവിതം തന്നെ എത്ര വലിയ ഫലിതമാണെന്ന് സ്വയം ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ആട്ടെ, താങ്കൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഇല്ല, നല്ല വിശപ്പുണ്ട്. അതിനേക്കാൾ ഉപരി ആർത്തിയുമുണ്ട്. എങ്കിൽ ഫക്കീറന്മാരെ, ഇനി നമുക്ക് ആഹാരം വല്ലതും കഴിച്ചിട്ടാവാം മറ്റു വർത്തമാനങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ് ഉചിതവും. എങ്കിൽ എടുത്തോളൂ. കഴിക്കൂ. നിങ്ങൾ ആദ്യം തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ എളുപ്പം കഴിച്ചോളൂ. കാലാവസ്ഥ എങ്ങാൻ മാറിയാലോ? എന്താണ് ഈ ശബ്ദങ്ങളൊക്കെ? വല്ലാതെ പേടിപ്പെടുത്തുന്നല്ലോ. കുറുനരികളാണെന്ന് തോന്നുന്നു. തന്നെ മാംസഭോജികളായ കുറുനരികൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞിട്ടും ആഹാരമൊന്നും ലഭിക്കാതെ വരുമ്പോൾ ആർത്തി പൂണ്ട് അലയുകയാണ്. പേടിപ്പെടുത്തുകയാണ്. പേടിക്കേണ്ടവയെ പേടിക്ക തന്നെ വേണം. വിശന്ന് വലഞ്ഞ അവയ്ക്ക് കലമാന്റെ ഇറച്ചിയായാലും പച്ച മനുഷ്യന്റെ മാംസമായാലും വ്യത്യാസമൊന്നുമില്ല. കൂടാതെ മറ്റെന്തൊക്കെയോ ഭയാനക ശബ്ദങ്ങളും കേൾക്കുന്നു. ഭയമെന്നും ധൈര്യമെന്നും നാം നിർവചിക്കുന്നതെന്തോ അവ നിത്യജീവിതത്തിൽ അനുഭവിക്കാനുള്ള പ്രകൃതിയുടെ ഒരു നടപടിയാണിത്. ഏതായാലും മനസ്സിനെ ധൈര്യപ്പെടുത്തി കൂട്ടം ചേർന്നിരുന്നോളൂ, ജാഗ്രതയോടെ. ഈ ഭീകര രാത്രിയെ നമ്മൾ അതിജീവിച്ചേ തരമുള്ളൂ. ഓ, എന്തൊരു പേടിപ്പെടുത്തുന്ന രാത്രിയായിരുന്നു ഇന്നലെ. ഈ പ്രഭാതം നോക്കൂ, എത്ര സുന്ദരം. നല്ല തണുത്ത ഇളങ്കാറ്റ്, തെളിഞ്ഞ പ്രഭാതം. എന്തെന്നില്ലാത്തൊരു ഉന്മേഷവും തോന്നുന്നു, അല്ലേ? എന്തുകൊണ്ടും മനസ്സിന് കുളിരും ആവേശവും തോന്നുന്നു. അതിഭീകരമായ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിയാണ് നവോന്മേഷത്തിന്റെ പകലോൽ വെള്ളകീറുന്നത്. ആട്ടെ, ഇനി എന്താണ് താങ്കളുടെ പരിപാടി? ഒരർത്ഥത്തിൽ നിങ്ങളുടെ തീർത്ഥാടനവും എന്റെ ദേശാടനവുമെല്ലാം ഒന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടിയാലോ? വിരോധമില്ലെന്ന് മാത്രമല്ല, അത് നമുക്ക് വളരെയധികം സന്തോഷവും നൽകുന്നതാണ്. എന്നാൽ പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് യാത്ര തുടരാം. എന്താ? വരൂ. വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി അല്പം
വിശ്രമിച്ചിട്ടാവാം യാത്ര. എന്താ? ഉചിതമായ നേരത്ത് വേണ്ടുന്ന തീരുമാനം തന്നെ. പറയൂ അദ്ദാതൻ, നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടോ? ദാരിയോസ്, നമ്മളേതാണ്ട് ലക്ഷ്യത്തോടടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതാ കുറച്ചു ദൂരം കൂടി മാത്രം. ദിവസങ്ങളും സമയവുമെല്ലാം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. കാലത്തിന്റെ കളികൾ വിട്ടുപോകുന്ന ഒന്നിനെയും പിടിച്ചു വെക്കാനോ വന്നു ചേരുന്നതിനെ തടയാനോ കാലം അനുവദിക്കുകയില്ല. വന്നു ചേരേണ്ടവ വന്നു ചേരുക തന്നെ ചെയ്യും. വന്നു ചേരേണ്ടവ വന്നു ചേരുക തന്നെ ചെയ്യും. വന്നു ചേരേണ്ടവ വന്നു ചേരുക തന്നെ ചെയ്യും. കുതിരക്കുളമ്പടികളുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അത് വല്ല കച്ചവട സംഘങ്ങളും കടന്നു പോകുന്നതായിരിക്കും. കച്ചവട സംഘങ്ങളുടെ യാത്ര സാവകാശമായിരിക്കില്ലേ? ഏതെങ്കിലും രാജാവും സൈന്യങ്ങളും പടക്ക് പുറപ്പെട്ടതാവും. അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. ഫക്കീർ ദാരിയോസ്, ഇതങ്ങനെയല്ല. കുളമ്പടി ശബ്ദങ്ങൾ നമുക്കടുത്തേക്ക് വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഫക്കീർ, എന്തിനു വെറുതെ സംശയിച്ചു സമയം കളയുന്നു? വരൂ, നമുക്ക് പോയി നോക്കാം. ഫക്കീർ ദാരിയോസ്, അതൊരു കൊള്ളസംഘമാണ്. ആയുധധാരികൾ എണ്ണത്തിലും നമ്മേക്കാൾ അധികം വരും. ഫക്കീർമാർ വെറുതെ ഭയപ്പെടുകയാണ്. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നാം പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫക്കീർ ദാരിയോസ്, ആരാണ് അദ്ദേഹം? ഫക്കീർ അബിയക്കിയ. അയാൾ പരിചയപ്പെടുത്തിയത് അയാളൊരു മുസാഫിർ എന്നല്ലേ? നിങ്ങളെല്ലാവരും അത് കേട്ടതുമാണ്. അതിൽ കൂടുതൽ അയാളെക്കുറിച്ച് എനിക്ക് എന്തറിയാൻ? പതുങ്ങിയിരുന്നാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ആരാണ് നിങ്ങൾ? ചോദ്യങ്ങൾ വേണ്ട, മറുപടികൾ മാത്രം. അതും ചോദിക്കുന്ന ചോദ്യത്തിന്. പറയൂ, നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് വരുന്നു? ഞങ്ങൾ പർസ രാജ്യത്ത് നിന്നും വരുന്നവരാണ്. എങ്ങോട്ട് പോകുന്നു? അറേബ്യൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങിയ തീർത്ഥാടകരാണ്. കള്ളം പറയുന്നു. നിങ്ങൾ കച്ചവട സംഘമല്ലേ? ഫക്കീരന്മാരുടെ വേഷം കെട്ടിയാൽ തിരിച്ചറിയില്ലെന്ന് കരുതിയോ? അല്ല, ഞങ്ങൾ ഫക്കീറന്മാർ തന്നെയാണ്. ആ ഫക്കീർ പറഞ്ഞത് സത്യമാണ്. ബുദ്ധി കൊള്ളാം. ഫക്കീരന്മാരായാൽ കൊള്ളസംഘങ്ങളുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? സത്യമായും ഞങ്ങൾ തീർത്ഥാടകരായ ഫക്കീറന്മാരാണ്. വേണ്ട, ഇന്നുവരെ ഒരു കച്ചവട സംഘവും ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഈ പ്രദേശത്തു കൂടി കടന്നു പോയിട്ടില്ല. ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഈ മരുക്കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത്. എങ്കിൽ കയ്യിലുള്ളതും ഭാണ്ഡങ്ങളിലുള്ളതും എല്ലാം അടിയറ വെച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളൂ. പഴം തുണികളും കുറച്ച് ഭക്ഷണ സാധനങ്ങളും അല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. വേണ്ട ഫക്കീർ. ഫക്കീർ എന്തിന് ഇവരോടിങ്ങനെ അപേക്ഷിക്കുന്നു? അവർ പരിശോധിച്ചോട്ടെ, അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുമല്ലോ. പരിശോധനയോ? ഇല്ല, നിങ്ങൾ മര്യാദക്ക് ഞങ്ങളെ വിട്ടുപോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരാളും ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. ഭീഷണിയോ? അതും ഈ ചെങ്കിസ് ഖാനോട്? അരുതു ഫക്കീർ, നമ്മൾ യുദ്ധത്തിനോ കലഹത്തിനോ വന്നവരല്ലല്ലോ.
ഇവർക്ക് നമ്മളെ കണ്ടപ്പോൾ കച്ചവട സംഘം വേഷം മാറിപ്പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ആ ഫക്കീർ പറഞ്ഞതുപോലെ ഇവർ നമ്മളെ പരിശോധിച്ചോട്ടെ, അതോടെ അവരുടെ സംശയം മാറിക്കിട്ടുമല്ലോ. തമ്പ്രോൻ വരൂ. നിങ്ങൾ ഇവർക്ക് കാവലിരിക്കുക. ഇനി ഇവർ പറയുന്നത് സത്യമായിരിക്കുമോ? ഇവർ ഫക്കീറന്മാർ തന്നെയാണെങ്കിൽ നമ്മൾ ഒരുങ്ങിപ്പുറപ്പെട്ടത് വെറുതെയായി പോകും ഹുസൂർ. എങ്കിലത് വല്ലാത്തൊരു മണ്ടത്തരം. ഏതായാലും അവർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് പരിശോധന നടത്താം. എന്തിന്? ആ കീറത്തുണികളും പഴകിയ ഭക്ഷണവുമെല്ലാം പരിശോധിച്ചിട്ട് നമുക്കെന്ത് കാര്യം? ആ പ്രയത്നം കൂടി വെറുതെ ആവില്ലേ? ആ, അതും ശരിയാ. ഛേ, ആർത്തിയോടെ പാഞ്ഞെടുത്തിട്ട് നിരാശയോടെ പിരിഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ നാശം. ആരാ അവിടെ പിറുപിറുക്കുന്നത്? ശബ്ദമുണ്ടാക്കിയാൽ അറുത്തുകളയും, പറഞ്ഞേക്കാം. ആ ഹുസൂർ, ഒരു ചിന്ത തോന്നുന്നു. എന്തായാലും പറയൂ തമ്പ്രോദ്. കണ്ടിട്ട് ഇവർക്കെല്ലാം നല്ല തടിമുടുക്കും ആരോഗ്യവുമുണ്ട്. ഇവരെ ബന്ദികളാക്കി നമുക്ക് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലോ? കിട്ടുന്നതെന്തായാലും നമുക്ക് ലാഭമല്ലേ? കൊള്ളാം തമ്പ്രോദ്, കൊള്ളാം. നല്ല ചിന്ത തന്നെ, ഉഗ്രൻ. ഈ സംഘത്തിലെ ഏറ്റവും ബുദ്ധിയും കാര്യപ്രാപ്തിയും താങ്കൾക്ക് തന്നെ. അതുകൊണ്ടാണ് താങ്കളെ നാം നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി വെച്ചിട്ടുള്ളതും. നന്ദി ഹുസൂർ, നന്ദി. എല്ലാവരുടെയും കൈകാലുകൾ വരിഞ്ഞു കെട്ടുക. വേഗം. നമ്മോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നു കീടങ്ങൾ. ജീവൻ ബാക്കി നിർത്തിയിരിക്കുന്നത് അടിമച്ചന്തയിൽ കൊണ്ടുപോയി ലേലം ചെയ്യണമെന്നോർത്തിട്ടാ. ഹുസൂർ, ഇത് കണ്ടോ? എന്താണത്? കണ്ടിട്ട് കൊട്ടാരത്തിലുള്ള സ്വർണ്ണക്കിഴികൾ പോലെയുണ്ട്. തമ്പ്രോദ്, തുറന്ന് എന്താണെന്ന് നോക്കൂ. ഹുസൂർ, സ്വർണ്ണ നാണയങ്ങൾ. ഇതിൽ വെള്ളി നാണയങ്ങളാണ്. ഒരായുഷ്കാലത്ത് അനുഭവിക്കാൻ മാത്രം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും. സത്യം പറ, നിങ്ങൾ ആരാണ്? തമ്പ്രോദ്, ഇനി എന്തിനറിയണം അവരാരാണെന്നും എന്താണെന്നും? നമുക്കെല്ലാവർക്കും ആഘോഷമായി ജീവിക്കാൻ വേണ്ടുവോളം നമുക്ക് കിട്ടിയില്ലേ? വരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാമായി നമ്മുടെ കുടുംബങ്ങളിലെത്തണം. അപ്പോൾ ഇവർ അടിമച്ചന്തയിലെ ലേലം കളയൂ തമ്പ്രോദ്. ഇവരെ ലേലം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഇവർ ഇവിടെ കിടന്ന് പുഴുത്തു ചാവട്ടെ. വരിൻ. അതിലേറെ സങ്കടകരം. ഭാര്യമാർ, പുത്രന്മാർ, കൂമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, ഏതരം കുതിരകൾ, നാൽക്കാലി വർഗങ്ങൾ, കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവയൊക്കെയും ഈ ജീവിതത്തിലെ
കേവല വിഭവങ്ങൾ മാത്രമാണെന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. തിരിച്ചറിവുണ്ടായിരിക്കണം. നടക്കു പെണ്ണുങ്ങൾ. വയ്യാതായി. ഇനി എത്ര ദൂരം പോകണം? ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ദേ നല്ല കാറ്റ് വീശുന്നുണ്ട്. നിന്ന് കിന്നാരം പറയാതെ ഒന്ന് വേഗം നടക്ക്. ഫക്കീർ ദാരിയോസ്, ഈ ഫക്കീർ തീർത്തും അവശനായിരിക്കുന്നു. രക്തം കുറെ വാർന്നു പോയിട്ടുണ്ട്. കുടിക്കാൻ അല്പം വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ. തൊണ്ട നനക്കാൻ പോലും ഒരല്പം വെള്ളം ബാക്കി വെക്കാതെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഒരിറക്ക് വെള്ളം കിട്ടാതെ ഒന്നിളകാൻ പോലും സാധ്യമല്ലാത്ത വിധം ഈയുള്ളവനും തളർന്നു പോയിട്ടുണ്ട്. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ എല്ലാവരും ഈ മരുഭൂമിയിൽ കിടന്ന് പ്രാണൻ വെടിയുമെന്നാ തോന്നുന്നത്. ഫക്കീറന്മാരെ, സംസാരിച്ച് സമയം കളയാനില്ല. ഈ ഫക്കീറും വല്ലാതെ ക്ഷീണിതനാണ്. പോയി നോക്കൂ, എവിടുന്നെങ്കിലും അല്പം വെള്ളമോ ഭക്ഷണമോ കിട്ടുമോ? ഇനി എവിടെന്നെങ്കിലും പോയി വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ ഉണ്ടായിരുന്ന ധനം അത്രയും അവർ കൊള്ള ചെയ്തില്ലേ? ഇല്ല, ഈ ഫക്കീറിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കിഴി ബാക്കിയുണ്ട്. ദേഹപരിശോധന നടത്താത്തത് കൊണ്ട് ഇതെങ്കിലും ഇതാ ബാക്കിയായി. ഇങ്ങ് തരൂ. വരൂ ഫക്കീർ അദ്ദാദൻ, നമുക്കൊന്ന് പോയി നോക്കാം. ദാരിയസ് ഫക്കീർ, ഈ മനുഷ്യന്റെ അവസ്ഥ അതിദയനീയം തന്നെ. ഈ ഫക്കീറിന് പോകാൻ സമയമായെന്ന് തോന്നുന്നു. ഇനി അധിക നേരം ഇയാളുടെ ശരീരത്തിന് പ്രാണനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരിറക്ക് വെള്ളം തരാൻ. മരണാസന്നനായ ഈ ഫക്കീറിന് ഒരിറക്ക് വെള്ളം തരാൻ. എന്താ, എന്തു പറ്റി? നമ്മുടെ ഈ ഫക്കീറിന്റെ നില അതീവ ഗുരുതരമായിരിക്കുന്നു. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ഒരാളനക്കമോ വഴിവാണിഭമോ എങ്ങും കാണാനില്ല. ഒരു വീടോ കുടിലോ ഈ പരിസരത്തെങ്ങുമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഫക്കീർ പ്രാണം പിടഞ്ഞ് ഒരിറക്ക് വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പോലും കഴിയാത്ത വിധം എല്ലാ അർത്ഥത്തിലും നമ്മൾ ഫക്കീറന്മാരായി പോയല്ലോ. അഭിയക്കിയ ഇതാ അഭിയാക്കിയ താങ്കളുടെ കിഴി. കിഴി അത്യാവശ്യത്തിന് ഉപകാരമേകാത്ത ഈ കിഴിയും മരുഭൂമിയിലെ ഈ ചരൽക്കല്ലുകളും തമ്മിൽ എന്ത് വ്യത്യാസം? ആപത്തിന് ഉപകരിക്കാത്ത ഈ ധനത്തിന് പിന്നെന്ത് വിലയാ ഉള്ളത്? സഹോദരിമാരെ, ഒന്ന് നിൽക്കണേ. ഞങ്ങളെ കൂടെയുള്ള ഒരു ഫക്കീർ ഒരല്പം വെള്ളത്തിന് വേണ്ടി അത്യാസന്ന നിലയിൽ പിടയുകയാണ്. ഒരല്പം വെള്ളം തന്നിട്ട് പോകണേ. അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഇതാ വെള്ളം എടുത്തോളൂ. ഇതുകൂടി എടുത്തോളൂ. സഹോദരിമാരെ, അതിയായ നന്ദിയുണ്ട്. അതിലുപരി ഞങ്ങളെല്ലാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇതാ
ഇത് സ്വീകരിച്ചാലും. എന്താ എന്താ ഇത്? ഒരു ചെറിയ പാരിതോഷികം. ഞങ്ങൾ സന്തോഷപൂർവ്വം തരുന്ന ഈ പാരിതോഷികം ദയവായി സ്വീകരിച്ചാലും. ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടിയാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും ഞങ്ങളോട് പൊറുക്കണം. ഈ സ്വർണ്ണക്കിഴി നേടാനായിട്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് ദാഹജലം നൽകിയത്. പ്രാണൻ വലിഞ്ഞുമുറുകി മരണവെപ്രാളത്താൽ പിടയുന്ന ഒരു മനുഷ്യന്റെ അന്ത്യദാഹമകറ്റാൻ നിങ്ങളിപ്പോൾ നൽകിയ വെള്ളത്തിനുള്ള വിലയൊന്നുമല്ല ഈ കിഴി. ദാഹത്തെ അഭിമുഖീകരിക്കാൻ ത്രാണിയുള്ളവനെ ദാഹശമനത്തിന്റെ സംതൃപ്തി അനുഭവിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാം ഏതോ കുലീന ജാതരാണെന്ന് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രകടമാണ്. ഇതൊരു പ്രതിഫലമായി കരുതണ്ട. തീർച്ചയായും പ്രതിഫലം ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ അത് താങ്കളുടെ പക്കൽ നിന്നല്ല. താങ്കളെയും ഞങ്ങളെയുമെല്ലാം സൃഷ്ടിച്ച പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം. അതുമാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ വെച്ച് ഞങ്ങളിത് സ്വീകരിച്ചാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞങ്ങൾക്കിതിൻ്റെ പേരിലുള്ള പ്രതിഫലം കിട്ടാതെ പോകും. അത് ഞങ്ങൾക്ക് ഈ നേട്ടത്തെക്കാൾ ഏറെ നഷ്ടമായിരിക്കും. ഏതായാലും നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ വിശ്രമിക്കുക. ഇവിടുന്ന് എങ്ങോട്ടും മാറരുത്. ഞങ്ങൾ പോയി വേണ്ടത് ചെയ്യാം. അതുവരെ ക്ഷമിക്കുക. രണ്ടായുധങ്ങൾക്കാണ് ഏറ്റവും മൂർച്ച കൂടുതലുള്ളത്. ഇരുമ്പായുധത്തിനും സ്നേഹായുധത്തിനും. ഒന്നിനെ രണ്ടായി മുറിച്ചു മാറ്റാൻ ഇരുമ്പെന്ന ആയുധത്തിനാവുന്നു. എന്നാൽ രണ്ടിനെ ഒന്നിപ്പിക്കാൻ സ്നേഹമെന്ന ആയുധത്തിന് പറ്റും. ഫക്കീർ ദാരിയോസ്, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഫക്കീർ അദ്ദാദൻ, എന്താണ് ഈ പറയുന്നത്? ഈ ആളും മനുഷ്യരുമില്ലാത്ത വിജനമായ പ്രദേശമാണോ ഫക്കീർ ഉദ്ദേശിച്ചത്? തീർച്ചയായും ഇത് അമീറിൻ്റെ പ്രദേശം തന്നെ, എനിക്കുറപ്പാണ്. കാരണം അമീറിൻ്റെ പ്രദേശത്തെ ഒരു ജനതയ്ക്കല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെ പ്രവർത്തിക്കാനും കഴിയില്ല. തീർച്ചയായും നമ്മൾ എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഫക്കീർ ദാരിയോസ്, നമ്മുടെ ഈ കൂട്ടാളി നമ്മെ വിട്ടുപോയി. ഈ ഫക്കീർ മരിച്ചിരിക്കുന്നു. ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് സുഖം നമുക്ക് അനുഭവവേദ്യമാവുന്നത്. ഗുണമെന്നും ദോഷമെന്നും നാം നിർവചിക്കുന്നത് അത്രയും നിത്യജീവിതത്തെ നമുക്ക് അനുഭവിപ്പിക്കാനുള്ള പ്രകൃതിയുടെ നടപടിയാണ്. ആ പ്രകൃതിയെ തിരിച്ചറിയുന്നവനെ സന്തുഷ്ട ജീവിതം സാധ്യമാവൂ. സന്തുഷ്ട ജീവിതം സാധ്യമാവൂ. സന്തുഷ്ട ജീവിതം സാധ്യമാവൂ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ വളരെ ക്ഷീണിതരും അതിലേറെ വിശപ്പും ദാഹവും ഉള്ളവരാണെന്നറിഞ്ഞു. ഞങ്ങൾ അല്പം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ, എല്ലാവരും വന്ന് ആഹാരം കഴിക്കൂ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണം നമ്മിൽ അതിയായ വ്യസനവും വേദനയും ഉണ്ടാക്കും. എന്നാൽ ആസന്നമായ മരണത്തെ ഒരു നിമിഷം പോലും പിന്തിക്കാനോ പിടിച്ചു നിർത്താനോ മനുഷ്യരായ നമ്മൾക്ക് കഴിയില്ല. മരിച്ച മനുഷ്യന്റെ ശരീരം മറവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. അനിവാര്യമായ അന്ത്യയാത്രാ വിളിയുണ്ടായാൽ അനുസരിക്കാതിരിക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയില്ല. നമുക്ക് സമാധാനിക്കാം. ഏതായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ എവിടുന്ന് വരുന്നു? എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞങ്ങൾ അറേബ്യൻ നാടുകളിലെ പുണ്യസ്ഥലങ്ങൾ ദർശിക്കാൻ പുറപ്പെട്ട തീർത്ഥാടകരാണ്. യാത്രാമധ്യേ ഞങ്ങളെ ഒരു കൊള്ള സംഘം ആക്രമിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അവർ കൊള്ളയടിച്ചു. അവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് രക്തം വാർന്നാണ് ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന
ആ ഫക്കീർ മരണപ്പെട്ടത്. ഈയിടെയായി ഈ കൊള്ളക്കൂട്ടങ്ങളുടെ ആക്രമണത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സംഘങ്ങൾ ഈ പ്രദേശത്ത് എത്തിപ്പെടാറുണ്ട്. ഏതായാലും നിങ്ങളിപ്പോൾ വേണ്ടുവോളം ഭക്ഷണം കഴിക്കൂ. നിങ്ങൾക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. ഭക്ഷണം കഴിച്ചോളൂ. ഫക്കീർ ദാരിയോസ്, നമുക്ക് ഇയാളോട് അന്വേഷിച്ചാലോ? ശരിയാ, അദ്ദാദൻ ഫക്കീർ പറഞ്ഞ പോലെയാണെങ്കിൽ അമീറിനെ ഇവിടെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കിയാലോ? വേണ്ട ഫക്കീറന്മാരെ, ചിലപ്പോൾ അദ്ദേഹം നമ്മെ തെറ്റിദ്ധരിക്കും. പുണ്യസ്ഥലങ്ങൾ കാണാനെത്തിയ നമ്മൾ എന്തിനാ അമീറിനെ അന്വേഷിക്കുന്നു? ഇത്തിരി സാവകാശം വേണ്ടി വന്നാലും നമുക്ക് തന്നെ കണ്ടുപിടിക്കാമല്ലോ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഹോ, എന്താണ് ആ കേൾക്കുന്നത്? എന്തൊരു വശ്യത! ആ വൃദ്ധനാണ് പാടുന്നത്. ഏതായാലും കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോന്നത് തന്നെ. അന്ത്യസമയം സംബന്ധിച്ച അറിവ് അള്ളാഹുവിങ്കിൽ മാത്രമാണുള്ളത്. അവൻ മഴ വീഴ്ത്തുന്നു, ഗർഭാശയങ്ങളിലുള്ളത് എന്തെന്നറിയുന്നു. നാളെ താൻ എന്ത് നേടുമെന്ന് ആർക്കും അറിയില്ല. ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും അറിയില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മനസ്സിൽ ഒളിപ്പിച്ചു വച്ചതും അനുനിമിഷമുണ്ടാവുന്ന ചിന്തകൾ പോലും നേരത്തെ അറിയുന്നവൻ ഒരുവൻ മാത്രം, അല്ലാഹു. ഏതായാലും താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും ഈ പാഠമാണ്. ഉപ്പൂപ്പ, അവർക്ക് വിശ്രമം ആവശ്യമാണ്. തീർച്ചയായും നല്ല വിശ്രമം തന്നെ ലഭിക്കണം. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്നലെ രാത്രി എല്ലാവരും മതിമറന്നുറങ്ങി. അതെ, ഫക്കീർ മാറി സാർ പറഞ്ഞത് ശരിയാണ്. നന്നായി ഉറക്കം കിട്ടിയതുകൊണ്ട് ഉണർന്നതും ഉന്മേഷത്തോടെയാണ്. മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നുന്നു. നാമെല്ലാം സുഖമായി ഉറങ്ങുമ്പോഴും ആ വൃദ്ധനും കുടുംബവും ചേർന്ന് ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി പ്രാതലുണ്ടാക്കുകയായിരുന്നു. നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിയിടുകയും പാദരക്ഷകൾ വരെ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു. തീർച്ചയായും അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഒരു നല്ല മനുഷ്യന്റെ സഹവാസം ഇതാ നമ്മെ ഒരു നല്ല ദിവസത്തിലേക്ക് നയിച്ചിരിക്കുന്നു. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته. ഇതെന്താണിത്? ജനങ്ങളെല്ലാം കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അവർ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ് ഫക്കീർ. പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വിളിയാണ് നമ്മൾ ആദ്യം കേട്ടത്. വല്ലാത്തൊരാശ്ചര്യം തന്നെ.
5 തൂണുകളിൽ പണിത ഒരു മനോഹര സൗധം. അകത്തേക്ക് പ്രവേശിക്കാനായവർക്കെല്ലാം തണലും സമാധാനവും സന്തോഷവും തന്നെ. പുറത്ത് പകച്ചു നിൽക്കുന്നവരത്രയും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുമാണ്. ഫക്കീറന്മാരെ, നമുക്കൊരാഗ്രഹം തോന്നുന്നു, അവരുടെ പ്രാർത്ഥനാ രീതികളൊന്ന് കണ്ടാലോ എന്ന്. അതിനെന്താണ് ഫക്കീർ, നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ടും അവർക്കിടയിൽ അന്യോന്യം പഠിപ്പിച്ചുകൊണ്ടും ഒരു ജനത അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊന്നിൽ സമ്മേളിച്ചാൽ അവരിൽ അള്ളാഹുവിൻ്റെ ശാന്തി ഇറങ്ങുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യുകയും മലക്കുകൾ അവരെ പൊതിയുകയും അള്ളാഹു അവരെപ്പറ്റി തൻ്റെ സന്നിധിയിലുള്ളവരും പറയുകയും ചെയ്യാതിരിക്കില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, ഇഹലോകം സത്യവിശ്വാസിയുടെ ജയിലും സത്യനിഷേധികളുടെ സ്വർഗവുമാണ്. ഭൗതികതയോടുള്ള പ്രേമമാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് പൊറുക്കുന്നതിൽ ഉത്തമൻ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഫക്കീർ അബിയക്കിയ, എന്തൊരു ശാന്തമാണിവിടം, വല്ലാത്തൊരു സമാധാന അന്തരീക്ഷം. ശരിയാണ് ഫക്കീർ ദാരിയോസ്. ഇവിടെ നിന്ന് അവരുടെ ആരാധനാക്രമങ്ങളും പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെ. അല്ല ഫക്കീറന്മാരെ, നമ്മൾ എന്തിനാണ് ഈ സൂക്കിലേക്ക് വന്നത്? ശരിയാ, നമുക്ക് അമീറിനെ അന്വേഷിക്കണ്ടേ? അതും മറന്ന് നമ്മളിങ്ങനെ ആരാധനയിൽ ലയിച്ചാലോ കൂട്ടരെ? വരൂ, നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. സഹോദര, ഒന്ന് നിൽക്കണേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അമീറിനെ ഒന്ന് കാണിച്ചു തരുമോ? ഞങ്ങൾ പുറം നാട്ടുകാരാണ്. ഇവിടെ ബാങ്ക് വിളിച്ചതും ഇക്കാമത്ത് കൊടുത്തതുമെല്ലാം അമീറായിരുന്നല്ലോ, കണ്ടിരുന്നില്ലേ? ദേ, ആ ഇരിക്കുന്ന ഇമാമിനോട് ചോദിച്ചാൽ കാട്ടിത്തരും. എന്തൊരത്ഭുതം! നമ്മളെ ഇന്നലെ സഹായിച്ച ആ യുവാവല്ലേ അത്? ഈ വേഷത്തിൽ അയാൾക്ക് എന്ത് തേജസ്! ഏതായാലും വരൂ, നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഇവിടെയും എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു വിശ്രമമൊക്കെ? താങ്കളെപ്പോലെയുള്ള പുണ്യാത്മാക്കൾ വസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നത് തന്നെ പുണ്യമാണ്. എന്താണ് ഈ പ്രാർത്ഥനാ സ്ഥലത്ത്? ഞങ്ങൾക്ക് നിങ്ങളുടെ അമീറിനെ ഒന്ന് കാണണം. ഈ നാടിൻ്റെ സന്തോഷവും ഐശ്വര്യവും അദ്ദേഹമാണെന്നറിഞ്ഞു. എങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം മഹാത്മാക്കളെ കാണുന്നതും ഒരു പുണ്യമല്ലേ? നിങ്ങൾ പരസ്പരം കണ്ടതല്ലേ? വിഷമിക്കേണ്ട, ഞാൻ കാണിച്ചു തരാം. വരൂ. ഉപ്പൂപ്പ, ഉപ്പൂപ്പ. വേണ്ട, അദ്ദേഹം ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഉണരുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഉപ്പൂപ്പയോ? ഉറങ്ങുന്നതൊന്നുമല്ല,
ഖുർആൻ പാരായണം ചെയ്യുകയാവും. നമസ്കാരാനന്തരം കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ടേ ഇവിടെ നിന്നിറങ്ങാറുള്ളൂ. ഉപ്പുപ്പ ഉപ്പുപ്പ. സദഖല്ലാഹുൽ അലീം. നിങ്ങളോ? നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? ഓ, ഇത് വല്ലാത്തൊരാശ്ചര്യം തന്നെ. താങ്കൾ തന്നെയാണോ അമീർ? എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു നാടിൻ്റെ എല്ലാമായ താങ്കളായിരുന്നോ ഞങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയത്? ചെളി പുരണ്ട ഞങ്ങളുടെ പാദരക്ഷകൾ വരെ തുടച്ചു വൃത്തിയാക്കിയ അങ്ങ് തീർച്ചയായും ഒരു മഹാമനുഷ്യൻ തന്നെ. സത്യത്തിൽ ഞങ്ങൾക്ക് താങ്കളെ മനസ്സിലായില്ല. ഞങ്ങൾ താങ്കളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആട്ടെ, എന്നെ എന്തിനാ നിങ്ങൾ അന്വേഷിച്ചത്? എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന താങ്കളെക്കുറിച്ചറിയണം. പിന്നെ ഈ നാടിൻ്റെ ഐശ്വര്യം, അതിനെക്കുറിച്ചും ഞങ്ങൾക്കറിയണം. ഐശ്വര്യമെന്നത് സമ്പത്തിൻ്റെ ആധിക്യമല്ല, എന്നാൽ മനസ്സിൻ്റെ ധന്യതയാണ് ഐശ്വര്യം. അല്ലാഹുവിന് സ്തുതി. അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അൽഹംദുലില്ലാഹ്. ഒരു നാടിനെ നയിക്കുന്ന അമീർ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. അങ്ങ് ഞങ്ങളുടെ ധാരണകളെ ആകെ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. പറയൂ, താങ്കൾക്ക് എങ്ങനെ ഈ രാജ്യത്തിൻ്റെ സന്തോഷമായി മാറാൻ കഴിഞ്ഞു? അപ്പോ അതറിയണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടതാണല്ലേ? ഏതായാലും നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ചെന്ന് അല്പം ചൂട് ഗഹവയൊക്കെ കുടിച്ചിട്ട് വർത്തമാനങ്ങളാവാം. എന്താ? ഉപ്പുപ്പ വരൂ, ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്. വരൂ, നടക്ക്. വരൂ, ഇരിക്കൂ. ഫക്കീർ മാറി സാർ, നമ്മുടെ മുസാഫിറിനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം എങ്ങോട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്? സൂക്കിലോ മറ്റോ കറങ്ങി നടക്കുന്നുണ്ടാവും. അലഞ്ഞുമടുക്കുമ്പോൾ ഇങ്ങെത്തിക്കോളും. അമീർ, എന്തൊരു സുന്ദരമായ നാടാണ് താങ്കളുടേത്. ഇവിടെ നോക്കിയാലും ശാന്തിയും സമാധാനവും. ശരിയാണ്. സന്തോഷത്തോടെ പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ജനത. കലഹങ്ങളില്ല, എല്ലാ മുഖങ്ങളിലും നിറഞ്ഞ സംതൃപ്തി. വഴിവാണിഭക്കാരും കച്ചവടക്കാരുമെല്ലാം സാധനങ്ങൾ അതേപടി ഇട്ട് പള്ളിയിലേക്ക് പോകുന്നു. ആരും കവരുന്നുമില്ല, പിടിച്ചു പറിക്കുന്നുമില്ല. താങ്കളെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു ജനത. എന്നാൽ താങ്കൾ ഒരു രാജാവോ ഭരണകർത്താവോ അല്ല. പറയൂ അമീർ, താങ്കൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? ഒരു സാധാരണക്കാരനായി ജീവിതം നയിക്കുന്ന താങ്കൾക്ക് എങ്ങനെ ഈ നാടിൻ്റെ സന്തോഷവും ഐശ്വര്യവുമായി മാറാൻ കഴിഞ്ഞു? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അത് ഒരു വലിയ കഥയാണ്. കഥയല്ല, അനുഭവം. എൻ്റെ ജീവിതാനുഭവം. കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം. തീർച്ചയായും അമീർ, അതറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. കാലങ്ങൾ കുറേ പിറകോട്ട് പോകണം. ഞാനന്ന് ഒരു കൗമാരക്കാരനായിരുന്നു. ഒരു പുതിയ വർത്തമാനം നാട്ടിലെങ്ങും പരന്നു തുടങ്ങി. മക്കയുടെയും മദീനയുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് ആ വർത്തമാനം അങ്ങനെ പരന്നു. നവാഗതനായ ഒരു പ്രവാചകനെയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെയും സംബന്ധിച്ചുള്ള ഗൗരവപ്പെട്ട ഒരു വർത്തമാനം. അങ്ങ് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. യമനിൻ്റെ ഊടുവഴികൾക്കും സൊറവട്ടങ്ങൾക്കുമൊക്കെ ഇത് കൗതുകമേറിയ ചർച്ചാ വിഷയമായി. അങ്ങനെ യമനിൽ നിന്നും ഒരു സംഘം നിജസ്ഥിതി എന്തെന്ന് നേരിട്ടറിയാൻ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടു. ആ സംഘത്തിലെ സാധന സാമഗ്രികളുടെയും വാഹനങ്ങളുടെയും എല്ലാം ചുമതലക്കാരനായി
ഈയുള്ളവനും നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. പാഥേയമൊരുക്കി ഞങ്ങൾ ആ പ്രവാചക നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങി. പാറാവും പരിവാരങ്ങളും ചെങ്കോലും കിരീടവുമുള്ള മദീനയുടെ പുതിയ അമരക്കാരനെയും തേടി. തിരുദൂതരുമായുള്ള നേർക്കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് തറയിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയും പരുത്ത പനയോലയിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ യാത്ര ചോദിച്ചു തിരികെ പുറപ്പെടാനൊരുങ്ങി. ഉപചാരമര്യാദകളിൽ അദ്ദേഹം ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. സംഘാംഗങ്ങളെ ഓരോരുത്തരെയും അദ്ദേഹം നേരിട്ട് യാത്രയാക്കി കൈനിറയെ സമ്മാനങ്ങൾ നൽകി. എന്നിട്ട് സംഘാംഗങ്ങളിൽ ഇനി ആരെയെങ്കിലും യാത്രയാക്കാനും പാരിതോഷികം നൽകാനുമുണ്ടോ എന്ന് അദ്ദേഹം നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ പാവത്തെക്കുറിച്ച് ഞങ്ങളുടെ യാത്രാസംഘം ഓർത്തത്. ഉടനെ എന്നെയും വിളിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. തിരുമേനി എന്നെ നേരിട്ട് അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വികാരനിർഭരനായിപ്പോയി. ആ കൂടിക്കാഴ്ച ഇന്നും നെഞ്ചടിപ്പോടെയല്ലാതെ എനിക്ക് ഓർക്കാനാവില്ല. ഹാ, വല്ലാത്തൊരു സുന്ദര മുഹൂർത്തം തന്നെ. അമീർ, താങ്കൾ പറയൂ, പ്രവാചകനുമായി നേരിട്ട് കണ്ടപ്പോൾ എന്താണ് ഉണ്ടായത്? തിരുമുന്നിൽ ഉന്നയിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സത്രയും. ഒരിളം തെന്നൽ പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ അറിയാതെ എത്തപ്പെട്ടു. വാത്സല്യത്തിൻ്റെ സ്നേഹസ്പർശത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടത്തിന് മുന്നിൽ ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നി. വല്ലാത്ത വികാരനിർഭരമായ നിമിഷങ്ങൾ. തിരുമേനി എന്നെ ചേർത്ത് നിർത്തി. എൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ശാന്തവും സുന്ദരവുമായ മിഴികളിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു. മറ്റൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പാരിതോഷികമായി എന്താണ് നൽകേണ്ടതെന്ന പ്രവാചകന്റെ ചോദ്യം എന്നെ ഉണർത്തി. അപ്പോൾ താങ്കൾ കൈനിറയെ വിഭവങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെ ഒരപേക്ഷ മാത്രം. അല്ലയോ പ്രവാചകരെ, അവിടുന്ന് ഈയുള്ളവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോ? അതെ, അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകന്റെ ഒരു പ്രാർത്ഥന. ജീവിതാഐശ്വര്യം അത്രയും ഈയുള്ളവൻ്റെ അകതാരിൽ നിറച്ചു തരാൻ പ്രവാചകദൂതരെ അങ്ങ് അള്ളാഹുവിനോട് ഈയുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ താങ്കളുടെ ഇളം മനസ്സിലെ അസാധാരണമായ ഈ ആഗ്രഹം തിരുദൂതരെ വികാരതരളിതനാക്കി കാണും അല്ലേ? ശരിയാ. അവിടുത്തെ കണ്ണുകൾ ഈറനണിയുന്നതായി ഞാൻ കണ്ടു. ഗദ്ഗദത്തോടെ അദ്ദേഹം കൈകൾ ഉയർത്തി ഈയുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ചു. നാഥ, ഈ അഭിലാഷം എന്നേക്കാളേറെ അറിയുന്നവനാണല്ലോ നീ. ഇവൻ്റെ ആഗ്രഹം പോലെ തന്നെ ജീവിതാഐശ്വര്യങ്ങൾ അത്രയും ഇവൻ്റെ അകതാരിൽ തന്നെ നിറച്ചു കൊടുക്കണമേ നാഥ. ആമീൻ. മനസ്സിലായി. താങ്കൾ എങ്ങനെ ഇത്തരത്തിലായി മാറിയെന്നും ജീവിതത്തെ എങ്ങനെ പഠിക്കുകയും ഈ ജനതക്ക് എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തുവെന്നും ഇനി വിശദീകരിക്കണമെന്നില്ല. കൊള്ളയും കൊലയും പിടിച്ചു പറയും ദിവസം തോറും കൂടിക്കൂടി വരുന്ന ഒരു നാട്ടിൽ നിന്നും വരുന്നവരാണ് ഞങ്ങൾ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനം കുറ്റകൃത്യങ്ങളും കൊടും പാവങ്ങളും
പിന്നെയും പിന്നെയും ചെയ്യുന്നതെന്നറിയാതെ അസ്വസ്ഥമായിരിക്കുകയായിരുന്നു നമ്മുടെ മനസ്സ്. ഇപ്പോൾ നമുക്കതിൻ്റെ കാരണം ബോധ്യമായി. നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ തകർക്കാൻ പോന്ന ഒരാശയം തൊട്ടടുത്ത് രൂപപ്പെടുന്നതിനെ ഇല്ലാതാക്കാൻ വേഷപ്രച്ഛന്നരായി ഇറങ്ങിയ ഒരു രാജാവും പരിവാരങ്ങളുമാണ് ഞങ്ങൾ. നിങ്ങളെ സ്വാധീനിച്ച് പഴയ വിശ്വാസങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വന്ന ഒരു ദൗത്യ സംഘം. എന്നാൽ ഞങ്ങളുടെ ദൗത്യം ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. താങ്കളാണ് ശരി. താങ്കൾ പിന്തുടരുന്ന പാതയാണ് സത്യത്തിന്റെ പാത. തീർച്ചയായും ഇനി ഞങ്ങളും ഈ പാത തന്നെ പിന്തുടരും. തീർച്ചയായും താങ്കൾ വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെയും ജീവിതശൈലിയുടെയും പ്രചാരകരായി ഞങ്ങൾ മാറും. ഞങ്ങളിതാ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. സത്യവിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പതാക ഇനി ഞങ്ങളുടെ നാട്ടിലും പാറിപ്പറക്കും. ഏതായാലും താങ്കളുടെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു തരിക. അൽഹംദുലില്ലാ. എങ്കിൽ ഇനി ഞാൻ പറയുന്നത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഏറ്റുപറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും നിശ്ചയം മുഹമ്മദ് അവൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എങ്കിൽ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. താങ്കളുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ. താങ്കൾക്കും താങ്കളുടെ സംഘാംഗങ്ങൾക്കും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം എപ്പോഴും ഉണ്ടാവട്ടെ. വരൂ, ഞാൻ നിങ്ങളെ യാത്രയാക്കാം. ലൈസൽ ഗിന ബികസറത്തിൽ അറബ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. പുറത്തെ പകിട്ടാർന്ന വിഭവങ്ങളല്ല ജീവിതൈശ്വര്യം. സാധ്യമായതിൽ അകമനുഭവിക്കുന്ന സംതൃപ്തിയാണത്. സമൃദ്ധികൾക്ക് നടുവിലും സംഘർഷഭരിതനാണ് പുതിയ മനുഷ്യൻ. അതിരുകളില്ലാത്ത നൂതന സാങ്കേതിക സൗകര്യങ്ങൾക്ക് നടുവിലെ നിസ്സഹായൻ. ഭൗതികതയോടുള്ള പ്രേമമാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം. അപൂർവം ചില മനുഷ്യർ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി ദിക്കുകൾ വെട്ടിപ്പിടിച്ച ചക്രവർത്തിമാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് കൊള്ളയടിക്കാൻ അവർ സൈന്യങ്ങളെ നിയോഗിച്ചേനെ. രംഗത്ത് AVM ഉണ്ണി, ആഷിഖ് മാഹി, മുഹമ്മദ് അലി കൊയിലാണ്ടി, ജമാൽ വേളൂർ, അൻവർ ഗുരുവായൂർ, അനസ് എടവണ്ണ, അഡ്വക്കേറ്റ് സക്കരിയ വാവാട്ട്, സലീം BTK, മൻസൂർ മുറിച്ചാണ്ടി, ആരിഫ് KV, മൻസൂർ അലി V, അബൂബക്കർ വൈക്കിലേരി, ഹാഷിം വടകര, സഹദ് വടകര, ഷംസു പട്ടാമ്പി, ഫജറുദ്ദീൻ കണ്ണങ്കര, റയീസ് പെരിങ്ങാടി. കൂടാതെ അജ്മൽ KV, അമൽ മൻസൂർ, ഷാന ആരിഫ്,
റെക്കോർഡിംഗ് ആൻഡ് റീ റെക്കോർഡിംഗ് ഡെന്നിസൺ വർഗീസ്. മേക്കപ്പ് മഹേഷ്. ശബ്ദം, വെളിച്ചം, രംഗപടം പ്രമോദ് ICRC. പിന്നണിയിൽ ബന്ന ചെന്നമംഗലൂർ, സുധീർ, മിസ്ബഹ കുയിലാണ്ടി, എലിസബത്ത് ജിജോ.